and now you are watching Amritamani Hair Elixir presents My G Future Star Magic powered by Sun Tips Tea. Welcome. So, in the episode colorful akan our team is already set. So, let's welcome the entire team to Star Magic. ടൈമിംഗ് ഒക്കെ കുറച്ചൊക്കെ ശരിയായി തുടങ്ങിയത്. വെൽക്കം വൺസ് അഗൈൻ വെൽക്കം. ശരി, അതെ, ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്കാലത്ത് നമ്മളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വീട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റിയെടുത്തൊരു ശീലം പറയാനുണ്ടോ? ഇവന്റെ മോഷണം വീട്ടുകാർ മാറ്റിയതല്ല അല്ലേ? മാറാത്ത ഒരു ശീലം ഞാൻ വേണേ പറയാം. അനുവിന്റെ കുട്ടിത്തം അത് ഇനി മാറുകയില്ല. ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മാറ്റിയെടുത്തിട്ടുള്ള കുട്ടിക്കാലത്തൊരു ശീലം. ശരിക്കും ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. അത് എപ്പോഴും എല്ലാവരും ഇങ്ങനെ പോയി സംസാരിക്കുന്ന പറഞ്ഞ് തള്ളി വിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. അത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറി. ഞാൻ പതുക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ശരി, ബിനീഷ് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ പായല് മുള്ളുന്ന പരിപാടി ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് നിർത്തിക്കാൻ പറ്റിയെന്നുള്ളത്. പായല് മുള്ളുന്ന അവന്റെ കുട്ടിക്കാലത്ത്. ശരി, ഓക്കെ, അത് ചിലർക്ക് ഉണ്ടായിരിക്കും. ഞാൻ 6th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അങ്ങനെയായിരുന്നു ശരിക്കും. അതുപോലെ എനിക്ക് വേറൊരു ശീലം എന്തായിരുന്നു അറിയോ? ഞാൻ പാല് കുടിച്ചിട്ടില്ല, അമ്മയുടെ പാല് കുടിച്ചിട്ടില്ല. ഫുൾ ടൈം ഞാൻ ഫുൾ ടൈം ഈ 2 വിരലായിരുന്നു ഫുൾ ടൈം ഉറങ്ങണ സമയത്ത് എന്റെ വായിൽ ഇങ്ങനെ വെക്കുക. ലാസ്റ്റ് ചെന്നൈ നായകം എന്ന് പറഞ്ഞ എന്തോ ഒരു പൊടിയില്ലേ, അത് സെലോ ടേപ്പ് പൊട്ടിച്ച് കെട്ടിയിട്ട് രാത്രി ഇതുപോലെ ഞാൻ ഉറങ്ങും. അപ്പൊ ഈ ടേസ്റ്റ് കിട്ടുമ്പോ കയ്പാണല്ലോ, അങ്ങനെ ഞാൻ പതുക്കെ നിർത്തിയതാ. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞതാ. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാ ലൈക്ക് അങ്ങനെ മാറിയിട്ടുള്ളത്? എന്റേത് ഉറക്കം. അതെങ്ങനെ മാറി? എന്ത് അത് ഷോ ഡയറക്ടർ വാണിംഗ് കൊടുത്തു, ഇനി ഉറങ്ങി കഴിഞ്ഞാൽ വിളിക്കില്ല എന്ന് പറഞ്ഞു. അത് ശരി. വേറെ എന്തുണ്ട് കാര്യമായിട്ട് പറയാൻ? ഇല്ല, ഞാനേ ഒറ്റക്കുട്ടിയാണല്ലോ ഞാനും. അതെ, അപ്പൊ ഞാൻ ഈ അനാവശ്യമായിട്ട് കൊഞ്ചുമായിരുന്നു ചെറുതായിട്ട്. എത്ര വയസ്സ് വരെ കൊഞ്ചലുണ്ടായിരുന്നു? ഈ 5-6-7 വയസ്സ് വരെ ഉണ്ടായിരുന്നു കൊഞ്ചല്. ഇപ്പോഴും കൊഞ്ചലുണ്ട്. ആർക്ക്? സുമേഷിന്റെ അടുത്ത്. ആ സമയത്ത് ഡയനെ ഉറക്കാൻ വേണ്ടി ഇറക്കിയ പാട്ടാണ് കൊഞ്ചി കരയല്ലേ ആഹാ വിഴികൾ. ഇനി ഉല്ലു പറയൂ. എനിക്ക് ഭയങ്കര സഭാകമ്പമുള്ള ആളായിരുന്നു ശരിക്കും. വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടാ. ശരിക്കും. പിന്നെ അതൊരു കുറെ കാലം കഴിഞ്ഞാണ് മാറിയത്. തങ്കു, എനിക്ക് ചെറുപ്പത്തിൽ പറയരുത്. ഇല്ല. ഞാൻ മാത്രമേ സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ല, തങ്കുന് ഓർമ്മയുള്ള അത്ര പ്രായമില്ലേ? ചെറുപ്പത്തിൽ ഭയങ്കര ഭയമായിരുന്നു. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിശാചികളൊക്കെ ഭയങ്കര പേടി, പിശാചികളൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്കതില്ല. അതെന്താ? അതില്ല, കാരണം ഇവിടെ കുറെ പിശാചിന്റെ അടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോ അതില്ല. ശരി, അതെ, അതായത് ഒരു 2 ചെരുപ്പുണ്ടെന്ന് വെച്ചോ, ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അപ്പുറത്തും. ഇനി പഴയതായി പുതിയ സ്റ്റേജിലല്ലേ അതെല്ലാം ആ സ്റ്റേജിൽ പിന്നീടുള്ള അനുഭവം. ഇത് രണ്ടും അടുപ്പിച്ച് വെച്ചില്ലേ എനിക്ക് ഭയങ്കര സങ്കടം. എന്ന് പറഞ്ഞാൽ ഇത് വേറിട്ട് കിടക്കാൻ പാടില്ല. അത് നല്ല ശീലമാ, അത് ഒരു ബാഡ് ഹാബിറ്റ് അല്ല. ശരി, നമ്മുടെ ചിലങ്കക്കുട്ടി ഒന്നും മിണ്ടിയിട്ടില്ല. ചിലങ്ക കിലുക്കാനുള്ളതല്ലേ, മിണ്ടാനുള്ളതല്ലോ. ഒന്ന് മടി ആർക്ക്? എനിക്ക്. അത് ഞാൻ കൊറേയൊക്കെ മാറ്റി. സ്വാഭാവികം. പിന്നെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. സ്വാഭാവികം. അത് ഞാൻ കൊറേയൊക്കെ ചെയ്തു. കല്യാണത്തിന് ശേഷം മാറ്റിച്ചതാണോ? കല്യാണത്തിന് ശേഷം ഈ മടിയും ദേഷ്യവും ഒക്കെ പോയത്. ചിലങ്കേ കല്യാണത്തിന് മുമ്പ് മടിയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇടിയെന്ന്
ഇതിനൊക്കെ കടിന്ന് പറയും. അതെന്താന്നറിയോ ചേട്ടാ, സമയത്തും കാലത്തും കല്യാണം കഴിക്കണം. പിന്നെ മുമ്പ് പറഞ്ഞാലും മറ്റേ ഹസ്ബൻഡിന്റെ ബെന്റിന്റെ എന്തോ അത് ഹസ്ബൻഡ് ആവുമ്പോ മനസ്സിലായിക്കോളും ബെന്റ് വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പളേ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ റീകളക്ട് ചെയ്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അതായത് കുട്ടിക്കാലത്ത് ഒരുപാട് മാറ്റിയെടുത്ത നമ്മുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ശീലം എന്ന് പറയുന്നത്. ശരി, എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്റെ അടുത്തും കൂടെ ചോദിക്കാം. ഈ ഒരു ആക്ട്രസിനെ നമ്മൾ അധികം ഒന്നും അങ്ങനെ നമ്മുടെ മലയാളം ചാനൽസിൽ അധികം അപ്പിയർ ചെയ്ത് കണ്ടിട്ടില്ല. ഒരു മലയാളി അല്ലെങ്കിൽ കൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെ പോവും ജേർണി. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ആക്ട്രസ് ഇന്ദ്രജ. ശരിക്കും അങ്ങനെ മലയാളം ചാനലൊന്നും അപ്പിയർ ചെയ്യാറില്ല, കാരണം മലയാളിയല്ല. പക്ഷേ മലയാളി പ്രേക്ഷകരുടെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് എന്ന് പറയണം. ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അത്രയും ക്ലോസ് ടു ഹാർട്ടാണ്. സോ ഒരു മലയാളം ചാനലിന്റെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ വാട്ട് ഡു യു ഫീൽ? I always like comedy. ഞങ്ങൾക്ക് ആ കുറച്ച് മലയാളം അറിയുന്ന രീതിയില്ലേ, അത് കേൾക്കാൻ ഭയങ്കര ഷുവർ. പിന്നെ എല്ലാവരും പൊറുക്കണം, എന്റെ മലയാളം വളരെ തമിഴ് മിക്സ്ഡ് മലയാളമാണ്. അത് കേൾക്കാൻ നമുക്ക് സോറി. ഞങ്ങള് പറയുന്ന മലയാളം കേട്ടോ വെറുക്കുക, പൊറുക്കാണ്ടിരിക്കുക. പക്ഷെ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കും. ഞങ്ങൾ പെട്ടു, ഇംഗ്ലീഷ് പറഞ്ഞ പോയി. ആൻഡ് ഹി നോസ്, പുള്ളിക്ക് ഇംഗ്ലീഷിലെ എപ്പോഴും ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പറയുന്ന ഹാബിറ്റ് ആയിരുന്നു. പുള്ളി ഇംഗ്ലീഷിൽ നന്നായിട്ട് കോമഡി പറയും. പ്ലീസ് കമ്മ്യൂണിക്കേറ്റ്. മൈ ഇംഗ്ലീഷ് ഗോവയില് പോയാ ലോങ് ഇയേഴ്സ് മൈ ഇംഗ്ലീഷ് ഗോ. ഇപ്പൊ മനസ്സിലായി നാട്ടുകാരെ എന്തിനാ മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞെന്ന്. അല്ല ലക്ഷ്മി ജവാനും മുല്ലപ്പും കണ്ടെന്ന് ചോദിക്കണം ഇംഗ്ലീഷിൽ. അത് ഇവിടെ ഉള്ളവര് കണ്ടല്ല. പിന്നെ he will introduce himself. I am Malayalam film actor and hero, one മലയാള സിനിമ. ജവാനും മുല്ലപ്പൂവും ഈ അക്ഷരത്താളും കൊണ്ട് പുസ്തകം തീർത്ത ആളാണ്. I am hero, this is 0. Hello. Okay. I am Benish Bastin. Hi. Playback singer. I am written here button. My job fish hunting. ഹലോ അല്ലേ അത്? അതെ, കാട്ടില് പോയിട്ട് വെടിവെക്കണേനാണ് ഹണ്ടിങ് എന്ന് പറയാ. ഹലോ തങ്കച്ചൻ ഹിയർ. ഓക്കെ യെസ് ദ കമ്മിങ് ദ ഇന്ദ്രജ ദ സ്റ്റാർ മാജിക് ദ ക്രോണിക് മാച്ചിൽ ഫിലിം ദ ഗുഡ് ഫിലിം ദ ഹീറോയിൻ വാട്ട് ഇസ് ദ ഹീറോ? ഓക്കെ ദ സ്റ്റാർട്ട് മൂവി ദ തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ദ ഹിന്ദി. യെസ് മലയാളം ഉസ്താദ്. ഓക്കെ ഐ നോ നോ ഇന്ദ്രജ യെസ്. ഓക്കെ ബാക്കി കിഴങ്ങ് ആൾ കിഴങ്ങ്. ജവാൻ മുല്ലപ്പൂ ആർട്ടിസ്റ്റ് സുമേഷ് നിന്ന് വേർക്കുന്നു ഇംഗ്ലീഷ് പറഞ്ഞ്. ഐ ആം ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ കുറെ നാളായിട്ട് മലയാളത്തിൽ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ കേറിയില്ലേ? സെറ്റിൽ ചെയ്തോ? അതെ, കല്യാണം കഴിച്ച് ഫുൾ ഫാമിലി ലൈഫാണ് ഫോർ അബൌട്ട് ഒരു 10-12 ഇയേഴ്സ്. അതിനുശേഷം വീണ്ടും ഞാൻ ഇപ്പോൾ തെലുങ്കിലേക്ക് റീ എൻട്രി തന്നു 2017 ശതമാനം ഭവതി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ. ആ മൂവിക്ക് നാഷണൽ അവാർഡ് കൂടി കിട്ടി. മലയാളത്തിലും ലൈക്ക് അങ്ങനെ നമ്മൾ വീണ്ടും കാണാനായിട്ട് ഇങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. താങ്ക് യു. കുറേ മൂവീസ് ഇപ്പോൾ തെലുങ്കിൽ ചെയ്യുന്നുണ്ട്. മലയാളത്തിലും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയ then definitely I'll do. പാട്ടിന്റെ കാര്യത്തെ പറ്റിയിട്ട് ആരും ഇനി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടാമെന്ന് പറയണ്ട, കാരണം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഇന്ദ്രജ. അതും കർണാട്ടിക് ബേസ്
ടേസ്റ്റ് ആണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ടീം കർണാടക സംഗീതത്തെ കുറിച്ച് എന്താ ടീമിന് പറയാനുള്ളത്? പുള്ളിക്ക് അതല്ല കർണാട്ടിക് എന്ന് പറഞ്ഞാൽ പുള്ളി പാടുമ്പോൾ കർണത്തിൽ അടി കിട്ടും, അതാണ് കർണാട്ടിക്. കർണാട്ടിക് സംഗീതം എന്ന് പറഞ്ഞാൽ അവിടെ പോയി പഠിക്കുന്ന സംഗീതത്തെയാണ് കർണാട്ടിക് സംഗീതം എന്ന് പറയുന്നത്. ഒന്നും ഞാൻ ചോദിച്ചില്ല. ഇവന്റെ പേരാണെന്ന് പോയോ, മെഴുക് ആർട്ടിസ്റ്റ് ഫ്ലോർ. നീ അടുത്ത ജന്മത്തിൽ മനുഷ്യനായിട്ട് ജനിക്കുന്നു വല്ല ഇതുണ്ടോ, വല്ല പ്ലാനും വല്ല ഉണ്ടോ? ശരിക്കും ലൈക്ക് വെജിറ്റേറിയൻ അല്ലേ പേഴ്സണലി? യെസ്, പ്യൂർ വെജ്. അങ്ങനെ എന്തെങ്കിലും കല്യാണത്തിന് ശേഷം ഹാബിറ്റ് മാറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞു, ഒരു അഗ്രിമെന്റിലേക്ക് വന്നു. അതിനുശേഷമാണ് നമ്മൾ കല്യാണം കഴിച്ചു. എന്തൊക്കെയായിരുന്നു എഗ്രിമെന്റ്? കാരണം രണ്ടുപേരും രണ്ട് ഇതിലാണ്, സോ അതുകൊണ്ട് തന്നെ. ഞാൻ തെലുഗു ബ്രാഹ്മിനാണ്, അപ്പോൾ അദ്ദേഹം തമിഴ് മുസ്ലിം. സോ ടോട്ടൽ കോൺട്രാസ്റ്റ്. 3 കാര്യങ്ങള്. ആദ്യം എനിക്കൊരു പൂജാമുറി ഉണ്ടാവും. അപ്പൊ പൂജയൊക്കെ അത് ഞാൻ ചെയ്യും, ക്രമമായിട്ട് ഞാൻ ചെയ്യും. അപ്പൊ അവർക്കൊരു നമാസ് ചെയ്യുന്ന സ്ഥലമുണ്ടാവും, അപ്പൊ അവര് നമാസ് ചെയ്തു. സോ ദ സെക്കൻഡ് തിങ് ഇസ് മൈ കിച്ചൺ. ഇറ്റ് വുഡ് ബി കംപ്ലീറ്റ്ലി എ വെജിറ്റേറിയൻ കിച്ചൺ. ഞാനൊന്നും കുക്ക് ചെയ്യില്ല, കൊടുക്കില്ല നോൺ വെജ്, ഒന്നും കൊടുത്തു. ദ തേർഡ് തിങ് ഇസ് എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും, അത് മോണിറ്ററി ഹെൽപ്പ് ആയാലും ശരി, അല്ലെങ്കിൽ എന്തൊരു സഹായമായാലും ശരി, ഹീ ഷുഡൻ ബി ക്വസ്റ്റ്യനിങ് മീ. അതുപോലെ തന്നെ അവർ ചെയ്താലും ഞാനും ക്വസ്റ്റ്യൻ ചെയ്യും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ലവ് മാരേജ്. കണ്ടുപടി, നമ്മളെ കല്യാണം കഴിഞ്ഞാൽ അടുക്കളയിൽ വാറ്റ് നടക്കില്ല, വാഴത്തോട്ടത്തിലായിരിക്കണം കേട്ടാ. തങ്കച്ചൻ സർ, ഇത് എത്രാമത്തെ കല്യാണം? ഇത് തങ്കച്ചനല്ലേ? എന്റെ പേരറിയാം. അറിയാം, അതൊക്കെ അറിഞ്ഞു. അല്ല, ഇപ്പൊ പറഞ്ഞതേ ഉള്ളല്ലേ. അനുവിന്റെ വീട്ടിൽ ഇലക്കറികൾ മാത്രമേ ഉള്ളൂ, കഞ്ചാവിന്റെ. ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു കൊടുത്ത കോമഡി ആട്ടാ. മാമിനൊരു കാര്യം കറക്റ്റ് ചെയ്യാനാണ്. ഹീസ് എ ക്രോണിക് ബാച്ചിലർ. പുള്ളി ക്രോണിക് ആണെങ്കിലും ഡെയിലി ടോണിക്കിൽ ശരിക്കും ഇന്ദ്രജ മാമിന് ഏറ്റവും വലിയ, അതായത് ആക്സെപ്റ്റൻസ് നമ്മുടെ മലയാളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയ റീസൺ ഓഫ് കോഴ്സ് ആക്ടിങ്. അനദർ തിങ് ഇസ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലെ പാട്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ലാലട്ടന്മാരുണ്ട്. അപ്പം ഒറിജിനൽ ആയിട്ടുള്ള ഇന്ദ്രജയോടൊപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലാലട്ടന്മാർ വന്ന കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയാലോ? ഓക്കെ, ഇന്ദ്രജമ്മയുടെ ഡ്രൈവറും ഡാൻസ് ചെയ്യുന്നു. അല്ലത് ഡ്രൈവറല്ല, തോട്ടംകാരനാ. റോബോട്ട് മോഹൻലാൽ. റോബോട്ട് മോഹൻലാൽ. റോബോട്ട് മോഹൻലാൽ. റോബോട്ട് മോഹൻലാൽ. കുഞ്ഞിക്കൂനൻ. അങ്കിൾ ബൺ, പടം മാറി അങ്കിൾ ബൺ. ഇടവേള
മലയാള ബാബു. അമ്മേനെ മീറ്റിംഗ് കിട്ടും, പെട്ടെന്ന് വേണം. ഒരു ഗസ്റ്റ് വരുമ്പോ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു ഗസ്റ്റും കൂടെ കോപ്പറേറ്റ് ചെയ്യണല്ലേ. ഭയങ്കര രസമായിട്ട് എല്ലാവരുടെ കൂടെയും കോംപ്ലിമെന്റ് പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച്. മേഡം എത്ര ആണെങ്കിലും ഒരു തോട്ടക്കാരന്റെ കൂടെയൊക്കെ ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോ ഇതില് ഏതാണ് കറക്റ്റ് ലാലേട്ടൻ എന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് പറയണ്ട ഇവർക്കൊക്കെ ഡയലോഗ് ആര് പറയും? ഉസ്താദിലെ ഡയലോഗ് അറിയാൻ പാടാത്ത കാര്യം ചെയ്യാറില്ല. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പാട്ട് പാടണോ? പിന്നെ ഇടവേള മോഹൻലാൽ. അയ്യോ ഞാൻ എന്തായി കാണുന്നത്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ ആ അഴിഞ്ഞു വീണ കേശഭാരം? ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് വേറെ അതിനുശേഷം അവർ പറയും കണ്ണു പൊട്ടണം. എനിക്ക് മനസ്സിലായി ആരാം നമ്പർ. അതെ ഞങ്ങളെ സിനിമ മാത്രമൊന്നും അല്ല, സംശയമില്ല കണ്ണു പൊട്ടം തന്നെയാ. അടുത്ത ഡയലോഗ് വരുന്നു. എന്നോട് പറ ഐ ലവ് യു എന്ന്. നിങ്ങൾ ആദ്യം പറ ഇത് ആരുടെ വായിസ്. ഇപ്പൊ ചെയ്ത മോഹൻലാലാണ്. ആണോ? ഓക്കെ മമ്മുക്ക പെണ്ണുങ്ങളായാൽ അടക്കം ഒതുക്കൊക്കെ വേണം. എന്തോ എങ്കിലും എന്നോട് പറ ഐ ലവ് യു എന്ന്. എല്ലാം കൊണ്ട് അതിലെ എത്തിക്കും. കറങ്ങി തിരിഞ്ഞ് ആ ഡയലോഗിലേക്ക് വന്നു. സുമേ ആ ഒന്നിനെ അനുവദിക്കരുത് കേട്ടോ. ജാഫർ സൗണ്ട് പറഞ്ഞിട്ട് പോ. ആ പപ്പയുടെ കൂട്ടുകാരിയാണല്ലേ? അതെ. മുറിയിലേക്കൊക്കെ കയറി വരുമ്പോ നോക്കി കണ്ടൊക്കെ കയറി വരണ്ടേ? നെടിപിടി വേണോ കളക്കി? നെടിപിടി വേണോ കളക്കി? സൂപ്പർ. നല്ലതാ, സൂപ്പർ. എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. പപ്പയുടെ ജീവിതം, പപ്പയുടെ കല്യാണം, പിന്നെ അതാണ് എന്റെ മുഖ്യം. പപ്പയുടെ കല്യാണം സ്വന്തം അല്ലടാ, അമ്മച്ചിയുടെ. അത് മനസ്സിലായില്ല. മകളെ കല്യാണം എന്ന് കേട്ടിട്ടുണ്ട്, പപ്പയുടെ കല്യാണം ആദ്യം. പപ്പയുടെ കല്യാണം കഴിയാണ്ട് കണ്ടിന്യൂ. പപ്പയെ അറിയാലോ? അറിയാം. പിന്നെ എന്താ പപ്പായ തോരൻ വെച്ച് തിന്നാൻ നല്ലതാ. അമ്മയുടെ കെട്ടിയ പപ്പ. ഇവനെ വൈകിട്ട് മിറ്റത്ത് കൊണ്ടുവന്ന് കത്തിക്കും ഇങ്ങനെ ഈ മെഴുകിനെ. ഇത് ഹലോ അല്ല ഞാൻ ഈ പപ്പ പപ്പന്ന് പറയുന്നത് ഇതുവരെ കപ്പ കപ്പ പപ്പായ. പിന്നെ കുട്ടി, ഞാൻ അറിയാതെ അരഞ്ഞാണം കണ്ടു. എന്താ ചെയ്യാ, പോരുന്നോ എൻ്റെ കൂടെ? എവിടേക്ക് കപ്പ പുഴുങ്ങ? ഇതേ മലയാളം അറിയാം. മലയാളം അറിയാം. മലയാളം അറിയാം. ഒരു ഗസ്റ്റ് വന്നിട്ട് ഇത്രയും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന, അതും ഒരു നോൺ മലയാളി. ഉരുളയ്ക്ക് കപ്പ. ഉല്ലാസേട്ടൻ ഇനി ഉണ്ടല്ലോ ലാലേട്ടൻ. ഉല്ലാസേട്ടൻ അയ്യോ ചിരിച്ചു വേദനിക്കും.
വിളിക്കണു? ആ ഓളി മമ്മൂട്ടിയുടെ മമ്മൂക്ക. പതുക്കെ വല്ലതും പറഞ്ഞിട്ട് പോകാനുള്ള ഓളിയൊന്നോ? സീരിയസ് കണ്ടോ രാജൻ ബി ദേവനെ കണ്ടോ? ഇവന്റെ പാപ്പയാ ഒന്ന് കാണാമെന്നതാ. ഈ റോഡിൽ കിടന്നാണ് അമ്മ മേരി ജോൺ കുരിശിങ്കൽ വരിച്ചത്. നെയ്യൊന്നും അറിയാതെ ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ പാപ്പയ്ക്ക് ദുബായിക്ക് പോകാനുള്ളതാ. തൊഴിലുറപ്പിന്റെ പണിയല്ലേ? പറ, വേഗം പറ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്ന് എനിക്കറിയാം. ബിലാല് പഴയ ബിലാല് തന്നെയാ. കഴിഞ്ഞ അല്ല ദേവി, ഇത് കട്ട് ചെയ്ത് കളയണം. ശരിയായിട്ടില്ല. അല്ല അത് കിടക്കട്ടെ, ഇതിന് കുറച്ച് പ്രതിഫലം വരാനുണ്ട്. വന്നതിന് കട്ട് ചെയ്യാം. ഇതാരായിരുന്നു ഇപ്പൊ ചെയ്തേന്ന് മനസ്സിലായോ? ബിജു മേനൻ സാർ അല്ലേ? അപ്പൊ നാളെ തൊട്ട് ബിജു മേനോൻ. ഓക്കെ, ശരി. സുമ വരുന്നുണ്ട്, ഒരു ഡയലോഗ് കംപ്ലീറ്റ്. സുമോ ഗുസ്തിക്കാണോ വരുന്നേ? ലാലേട്ടന്റെ ശബ്ദം ആ അത് പറഞ്ഞത് നന്നായി. പറഞ്ഞാ നന്നായിന്ന്. ഓളിയം കേട്ടിട്ടേക്ക് പന്തളത്തിന് കൊടുത്തവനെ. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാവുന്നു. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖൊരാന മാജിക് പീക്കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മൂപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നല്ല എ ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു, ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു ദിന്റെ വോട്ടക്കിശയിൽ എന്താ ഉള്ളേ? സബ്നോം കി ജിന്ദഗി ജോ കഭി നഹീ ഖതം ഹോ ജാതി ഹൈ. ശംഭു മഹാദേവ്. ഇത്ര നീ മനോഹരമായിട്ട് പറഞ്ഞിട്ട് നീ എന്നെ എന്തിനാ ബലിയാടാറ്റി ഇറക്കി? പക്ഷെ പട്ടച്ചാരാണോ? ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കാം. ആയിരുന്നു കാണിക്കാനാണ് ഞങ്ങളെ കാണിക്കേ. എന്തൊക്കെയാ കാണിക്കുന്നേ? പട്ടച്ചാരം വിറ്റ് കൊട്ടാരം നശിപ്പിച്ചു. ജഗതി MS തൃപ്പൂണിത്തുറ. ജഗതി ചേട്ടൻ. ഓക്കേ, ഗുഡ്. എന്താ പറയൂ? ജനാർദ്ദനൻ സാറിനെ. ജനാർദ്ദനൻ സാർ. ഏത് സൗണ്ടാന്നറിയാവോ? നമ്മള് തേങ്ങാ തിരുമില്ലേ, അപ്പൊ ചിരട്ടയോട് എടുക്കുമ്പോൾ ഉള്ള MS ജനാർദ്ദനൻ. തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. ലൈക്ക് നമ്മൾ ആ ക്ലൈമാക്സ് കറക്റ്റ് സുമയുടെ ലാലേട്ടനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. സുമയെ ഗംഭീരമായിട്ട് ചെയ്തു. സൂപ്പർ. എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഫുൾ ഓൺ പാറാണ്, ഫുൾ ഓൺ വൈബാണ്. അതിന് ഒരു വലിയ റീസൺ നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് തന്നെയാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു ഇൻ സ്റ്റാർ മാജിക്. ഓക്കേ, ടാഗ് ലൈൻ മാത്രം പോരാ, നമ്മുടെ സിഗ്നേച്ചർ സ്റ്റെപ്പും കൂടെ വേണം. തങ്കു പറഞ്ഞു കൊടുക്കോ? ഇടത് കാൽ മുന്നോട്ട് വെച്ച് ഇടത് കൈ മുകളിലോട്ട് പൊക്കി ലക്ഷ്യസ്ഥാനത്ത് നോക്കി 3, 4. Once again we welcome you. This is Indraja to Star Magic. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അല്ല, അവരുടെ പാട്ടിലെ വരികൾ ശ്രദ്ധിച്ചായിരുന്നു. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ. തുമ്പയാണ് ക്ഷണിച്ചത്, പക്ഷെ വന്നത് ഉപ്പൻ.
പറഞ്ഞത് എന്താണെന്ന് എനിക്ക് പിടികിട്ടില്ല. എന്താണത്? മലവണ്ട് അലവാണങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ SP. ഞങ്ങളത് വിശ്വസിക്കില്ല. SP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-5.5 6 ഹൈറ്റ് ഒക്കെ വേണം. ഇത് SP എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്റെ ബലമായ സംശയം ചിലപ്പോ സ്പോർട്സ് കോട്ടയിൽ കയറിയതാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അല്ലേട്ടാ, ഇത് ലുക്കില് എനിക്ക് തോന്നുന്നതേ തന്തേനെ തല്ലിക്കൊന്നിട്ട് സർവീസിൽ കയറിയ ആളാ. SP എന്ന് പറഞ്ഞാൽ സത്യപ്രതാപൻ, ക്രോണിക് ബാച്ചറിലെ സത്യപ്രതാപൻ. ബാച്ചലറാണ്, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് SP ഫോർ സ്വയംപൊക്കിയാണ്. അപ്പൊ ക്രോണിക് ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ തങ്കച്ചനെ പോലെ തന്നെ. തങ്കച്ചൻ കല്യാണം കഴിക്കാത്തതല്ലോ, പെണ്ണ് കിട്ടാത്തല്ലേ? അല്ല അത് പോട്ടെ, ഇപ്പൊ ഞാൻ വന്നതേ. അല്ല എന്നാലും ക്രോണിക് ബാച്ചിലർ ആണല്ലോ. അത് പറയട്ടെ, തമാശ കൊല്ലികളെ ഞാൻ പറയട്ടെ. അതായത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാനാ സ്പോൺസർ ചെയ്തേക്കുന്നത്. അവളുടെ ഫുൾ ചെലവ് ഞാനാ നോക്കുന്നത്. നിങ്ങളുടെ ചെലവോ? എന്റെ ചെലവ് അവളുടെ അച്ഛനെ ഞാൻ കൂലിപ്പണിക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഭവാനിക്ക് എന്നെ മുമ്പ് ഒരു നോട്ടം ഉണ്ടായിരുന്നു, ഇപ്പോഴും നോട്ടമുണ്ട്. എപ്പോഴും ജനൽ തുറന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഭവാനിക്ക് എന്നെ മനസ്സിലായോ? ക്രോണിക് ബാച്ചറിലെ സത്യപ്രതാപൻ SP. അല്ല, ഈ ജനല് തുറന്നിട്ടേ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ? ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടത് ഇനമാണെന്ന് അറിഞ്ഞിട്ടാ, അറിയാൻ വേണ്ടിട്ടാ. എന്നെ മനസ്സിലായോ? പിന്നെ SP അല്ലേ? സത്യപ്രതാപൻ സ്റ്റൈലും തലയെടുപ്പും. ഭവാനിയുടെ പഴയ കളിക്കൂട്ടുകാരൻ. അതെ മനസ്സിലായോ? കൂട്ടുകാരനാന്ന് പറഞ്ഞ് മനസ്സിലായി. കളി ഏതൊക്കെയാണെന്ന് പറയാൻ കൊള്ളാം. പന്നിമലത്തും പിന്നെ സമയം കിട്ടുമ്പോ റമ്മി കളിക്കും. ഇവര് പറയാൻ സമ്മതിക്കില്ലെന്ന്. നമുക്ക് എല്ലാം മറക്കാം. മറക്കാനോ? നീ ചവിട്ട് മേടിക്കും. രാവിലെ തൊട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് മറക്കാനോ? മറക്കാൻ നല്ലത്. പിന്നെ ഡയലോഗ് ഭവാനി, നമുക്ക് എല്ലാം മറക്കാം. കുട്ടിക്കാലത്ത് എന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോ എന്നെ സ്നേഹിച്ചിരുന്ന ഭവാനി എന്നെ തേച്ചിട്ട് പോയി. തങ്കച്ചനെ അനു തേച്ചത് പോയി. പക്ഷേ ഭവാനിയുടെ തേപ്പ് അത് 1.5 തേപ്പായി പോയി. സൂപ്പർ തേപ്പായി പോയി. ഭവാനി പോയതിൽ പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഭവാനി. അത് ആ തല കണ്ടാൽ അറിയാം. രാത്രികൾ ഈ ഹാസ്യ സാമ്രാട്ടിനെ ഇവിടെ ഇറക്കി വിടാൻ വല്ല മാർഗമുണ്ടോ? നീ പറയണ മൊത്തം ആൾക്കാർ ചിരിക്കണം എന്ന് വിചാരിക്കണേ. അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് തെറ്റുന്ന പേരാണ് ഇടംചെറുപ്പ് കുമാർ. പിന്നെ ഭവാനി, ഇവിടുത്തെ പല പല പെൺകുട്ടികളും എന്നെ ഇടം കണ്ടിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഞാനും വികാരവും വിചാരമുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് വികാരം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ നിനക്കുള്ളൂ. ഭവാനി, എന്റെ ബർത്ത്ഡേ ആണ്. ഭവാനി കൂടെ വന്ന് ഈ ബർത്ത്ഡേയിൽ പങ്കുചേരണം. വരൂ ഭവാനി. SP വിളിക്കുന്നു. വരൂ ഭവാനി, വരൂ. SP എന്തായി കൊണ്ടുപോകുന്നേ? തലയേക്കടെ പേൻ നടന്നു പോകുമ്പോഴല്ലേ ഡാൻസ്. ചെറുപ്പം മുതലേ എനിക്ക് SP ഇഷ്ടമായിരുന്നു. പക്ഷേ ചില സിറ്റുവേഷൻസിന് ഞാൻ വിട്ടു പോകാമായിരുന്നു. അതിന് പ്രായച്ചിത്തമായി ഞാനിപ്പോൾ എൻ്റെ അനിയത്തി ഭാമയെ കല്യാണം കെട്ടിത്തരുന്നു. അനിയത്തി ഭാമയെ പകരമായിട്ട് എനിക്ക് കെട്ടിച്ചേരും. ആരാ ഭാമ? ആരാ അനിയത്തി ഭാമ? ആരാ ഇപ്പൊ ചേച്ചി? അവന് ഭാമയേക്കാൾ ഇഷ്ടം ആമയാണ്, ആമ ഇറച്ചി. അനിയത്തി നിങ്ങളെല്ലാം ഒറ്റ ടീമാണല്ലേ? എല്ലാം തേപ്പുകളാണല്ലേ? അല്ലേ? നെക്സ്റ്റ് ഡയലോഗ് മറന്നു. ഇപ്പൊ അനുമാമി ഒരു ഡയലോഗ് പറയും. അതിനുശേഷമാണ് ഈ ക്രോണിക് ബാച്ചറിലെ സത്യപ്രതാപൻ ഡയലോഗ് പറയുന്നത്. കേട്ടാ, നീ വിഷമിക്കണ്ട. ഒരു ഡയലോഗ് നിനക്ക് തരും കേട്ടാ, പേടിക്കണ്ട. നുണ പറയാൻ നിനക്ക് 1000 നാക്കാണല്ലേ. ഇത് പറയാൻ നിനക്ക് അറിഞ്ഞൂടെ? മറന്നുപോയി. എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു ഡയലോഗ് പറയാനാണ് നിന്നെ ചേരപ്പള്ളി എന്നുള്ള വിളിച്ചോണ്ടുന്നത്. ഈ ഒരു ഒറ്റ ഡയലോഗിന് വേണ്ടി ഈ ഗ്രാമം മൊത്തം നോയിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. നിന്റെ സൂസു. എനിക്ക് SP ഇഷ്ടമാണ്. ഈ ഭാഗമാണ് എപ്പിസോഡിന്റെ റേറ്റിംഗ്. പരസ്യം കഴിഞ്ഞിട്ട് കമ്മീഷനിൽ ഇതാണ് എനിക്ക് കാണിക്കുന്നത്. വേർപ്പല്ല തറയെ ചോരയാണ്, എന്റെ ചോരയാണ് കിടക്കുന്നത്.
ക്ഷമിക്കണേ കേട്ടാ, ഞങ്ങൾക്ക് അല്ലല്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ അല്ല, ഇരിക്കാം. ക്ഷമിക്കണേ, ഞങ്ങൾക്ക് ദൈവസഹായം കിട്ടി. അല്ലല്ല കുഴപ്പമില്ല. ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് വരുത്തിയിട്ട് ചേച്ചിക്ക് ഞങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം ക്ഷമിക്കണേ കേട്ടോ. ദൈവമേ, ഞങ്ങൾക്ക് ദൈവസഹായം. അല്ല തങ്കച്ചൻ സർ, ഈ ഗെറ്റപ്പിനെക്കാളും ക്ഷമിക്കാന്ന് വേറെ ഒന്നുമില്ല. നിങ്ങളിട്ടല്ലേ SP സാർ, എനിക്ക് സാറിന് ഇഷ്ടമാണ്. ഈ SP എന്ന പേരിന് കറക്റ്റ് ആപ്റ്റ് നീയാണ്. SP എന്ന് പറഞ്ഞാൽ സൂപ്പർ പറ്റിപ്പ്. വീണെടുത്ത് കിടന്നു ഓരുണ്ട് എസ്പിക്ക് സൂപ്പർ പറ്റിപ്പ് എന്നുള്ളൊരു ക്ലൈമാക്സ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ ചെന്നെത്തിയത്. താങ്ക് യു സോ മച്ച്. കാരണം ഭവാനിയിലേക്ക് ലൈക്ക് നമ്മൾ വീണ്ടും വന്നപ്പോ ഒരുപാട് മെമ്മറീസ് വന്നിട്ടുണ്ടാവും അല്ലെ. മമ്മൂക്കയുടെ കൂടെ ഉള്ള ആ ഒരു സീക്വൻസ്, ആ ഒരു സെലിബ്രേഷൻ മൂഡ് എന്താ ഇപ്പൊ പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ? ആദ്യം റീകളക്ട് ചെയ്യാനല്ല, പക്ഷേ ഒരുപാട് മോസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഘടനയാണ് സിദ്ദിഖേട്ട. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അത് ഇറ്റ് ടേക്സ് മീ റിയലി സോ പെയിൻഫുൾ. സിദ്ദിഖേട്ട വൺ ഓഫ് ദ നൈസസ്റ്റ് പേഴ്സൺ ആൻഡ് ദ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് ഐ എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. സോ അത്ര സോഫ്റ്റ് സ്പോക്കൺ. അതുപോലെ തന്നെ എനിക്ക് ഒട്ടും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു നല്ല ക്യാരക്ടർ തന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ മേൽ അത്രയും ഒരു വിശ്വാസം, പിന്നെ അതിനെ ഒരു ട്രസ്റ്റ് വെച്ചിട്ടാണ് ഈ ക്യാരക്ടർ തന്നത്. അപ്പോൾ അതിനൊപ്പം മമ്മൂക്ക സാറും പിന്നെ ഫാസിൽ സാർ പ്രൊഡ്യൂസർ, അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്തു. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. സിദ്ദിഖേട്ട, നിങ്ങൾ എവിടെയായാലും my heart goes for you. Always I remember and I'll be very thankful to you. Thank you so much. സിദ്ദിഖ് സാറിനെ നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ക്രിയേഷൻസ് കാണുമ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് തോന്നും അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഈ മമ്മൂക്കയെ പറ്റി മുഖത്തോക്കി 2 വർത്താനം പറഞ്ഞിട്ട് പോയാൽ മതി. ഈ ഗെറ്റപ്പ് ഇനിമേൽ ഇനി ചെയ്യാനാണ് പറയുന്നത്. ഇന്ദിരജ മേഡം ഈ ക്യാരക്ടർ കണ്ടിട്ട് ഇനി ചെയ്യാൻ പറഞ്ഞ ആ വലിയ മനസ്സിന് നന്ദി പറയുന്നു. ഒന്നും കൂടെ കേൾക്കൂ. എനിക്ക് വേണ്ടി ലക്ഷ്മി പറഞ്ഞു തരൂ ഒന്ന്. ദയവ് ചെയ്ത് ഞാൻ ചെയ്യാം. ഇത് പക്ക ഒരു പ്ലാനിങ് റിഹേഴ്സലും കാര്യങ്ങളായിട്ട് വന്നു. ഇത്രയും നല്ലൊരു കഥാപാത്രം. പക്ഷെ 2 സൈഡിൽ നിന്ന് 2 ആഭാസന്മാർ ഇതിനെ ഇല്ലാതാക്കി. എന്നിട്ട് ആ കുരുട്ട് ആ ജപ്പാൻ കൂർക്ക വന്ന് ഇല്ലാതാക്കി. ഇതാണ് ഇതിനകത്ത് പറ്റിയത്. മാം പറഞ്ഞത് തമാശയായിട്ട് മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനി മേലെ ആവർത്തിക്കരുത്. ഓൺ വന്നിട്ടുണ്ട്. ഓക്കെ. ഹലോ, പിന്നെ ഒരു സ്കിറ്റ് ഇപ്പൊ വിജയിച്ച് നിൽക്കുന്ന തങ്കച്ചൻ. ഗോപാല, രാഘവ, വരുന്ന കുംഭം 15-ാം തീയതി അവശ കലാകാരനുള്ള പെൻഷന് നീ അപേക്ഷ കൊടുത്തോ ഗോപാല? അതൊന്നും അല്ല രാഘവ. ഈ നിൽക്കുന്ന നിപ്പിൽ ലോകം അവസാനിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നു രാഘവ. ഒരിക്കലും അവസാനിക്കില്ല ഗോപാല. രാഘവ, ഒരു കാലിച്ചാക്ക് കിട്ടുമോ രാഘവ? നിനക്ക് അവിടെ പൊത്തങ്ങ് താഴെ പോയാ കൊള്ളൂലേ ഗോപാല? രാഘവ, ഈ നിൽക്കുന്ന നിപ്പിൽ എനിക്ക് ചത്താലും എനിക്ക് വിഷയമില്ല രാഘവ. ഞാൻ അത്ര പുഴുത്ത് നിൽക്കാണ് രാഘവ. ഗോപാല, ഈ വിഗിന്റെ കോസ്റ്റ്യൂമിന്റെ കാശ് ആര് കൊടുക്കും ഗോപാല? രാഘവ, അത് മുരളീരെന്നും മധുവിന്റെ ഒന്നും അഖിലിന്റെ ഒന്നും ഷെയർ വാക്കിന് രാഘവ. ഗോപാല, ഇപ്പോ തന്നെ 0033115 വിളിച്ച് നിന്റെ അവശ കലാകാരനുള്ള പെൻഷൻ അപേക്ഷ കൊടുക്കണം. കാരണം നാളെ മുതൽ നിന്റെ വണ്ടി ഇവിടെ റെഡിയായി കിടക്കുകയാണ് ഗോപാല. അതല്ല രാഘവ, എനിക്കിപ്പോ വേണ്ടത് ഒരു 108 രാഘവ. എന്തിനാണ് ഗോപാല? എന്നെ മെഡിക്കലിൽ കൊണ്ടിടൂ രാഘവ. അവിടെ പോലും നിന്നെ എടുക്കില്ല ഗോപാല. രാഘവ, 2 കഴുപ്പണം കെട്ട കോമഡി കൊല്ലികൾ ഈ സ്കിറ്റിനെ ഇല്ലാതാക്കി രാഘവ. അവരില്ലായിരുന്നെങ്കിൽ നീ പിന്നെ അങ്ങ് മറിച്ചണ ഗോപാല. അവൻ രാഘവ അഖിലെന്നും പറഞ്ഞ എന്റെ ഒരു സഹായി കൂടെ ഉണ്ട്. അവനുണ്ടെങ്കിൽ പകുതി അവന്റെ തലയിൽ വെച്ചു കൊടുക്കായിരുന്നു രാഘവ. ഗോപാല, എനിക്കിത് പൊളിയോന്ന് നേരത്തെ അറിയായിരുന്നു ഗോപാല. അതോ രാഘവ, പറ്റിട്ട് പോയി രക്ഷപ്പെടൂ ഗോപാല. വായിൽ ഒരു അല്പം ഉമിനീര് മാത്രമേ ഉള്ളൂ രാഘവ. ഗോപാല, നിന്നെ ഞാൻ അവിടെ വിളിച്ചു പെടുത്തിയത് എന്തിനാണെന്ന് അറിയാവോ? എന്തിനാ രാഘവ? അവിടെ ഒരു 3 അടിയുള്ളടാ വെളിയിറങ്ങി പോകോ ഓടിക്കോടുന്നു. രാഘവ, പറഞ്ഞോ. തങ്കുവിന് നമ്മുടെ ഇവിടുത്തെ മമ്മൂക്കയ്ക്ക് ഒരു വലിയ കൈഡി കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു എൻജോയ്ഡ്. Thank you so much. Even I enjoyed a lot and I laughed a lot. ഏതായാലും നമ്മുടെ മമ്മൂക്ക ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നെങ്കിലും ഭവാനി ഇവിടെ ഒറിജിനൽ ആണ് കേട്ടോ. എന്നാലും കുറെ മെമ്മറീസ് ഒക്കെ ലൈക്ക് ചെറിഷ് ചെയ്ത് നമ്മൾ എടുത്തു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അതിന് മുമ്പ് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ഗെയിംസ് ലൈവായിട്ട് കണ്ടിട്ടില്ലല്ലോ, കാണാം അല്ലേ? സോ എക്സൈറ്റഡ്? യെസ്, Very much excited. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് എൻജോയ് ചെയ്യാം. Sure.
മാജിക്കില് ഈസ്റ്റർ ഒക്കെ ആവുമ്പോ ഈ ഈസ്റ്റർ ഗോൾഡൻ എഗ് ഇല്ലേ, ഈസ്റ്റർ എഗ്സ്, യെസ്. അപ്പൊ അതുപോലെ ദാ ഇവിടെ നമ്മൾ കുറച്ച് ഇത്തിരി വലിപ്പം കൂടുതലാന്നേ ഉള്ളൂ, അങ്ങനെയുള്ള കുറച്ച് മുട്ട നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിൽ. നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഞെട്ടയില്ല വട്ടയില്ല കുട്ടിമുട്ട. ഞെട്ടില്ല വട്ടയില്ല കുട്ടിമുട്ട. ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. തമിഴ്നാട്ടിലെ പൊങ്കൽ വരുമ്പോ എന്താണ് വീട്ടിലൊരു ആഘോഷം എന്ന് പറയണേ? വളരെ നന്നായിട്ട് ഒരു 3 ദിവസത്തിന്റെ സെലിബ്രേഷൻ ആണ്. അപ്പോ എല്ലാ സ്ഥലത്തും എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യൂ, മകര സംക്രാന്തി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പൊങ്കൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? ഗ്രാൻഡ് ആയിട്ടില്ല, വളരെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആണ്. ശരിക്കും വീട്ടിലുള്ള ടൈമില് ലൈക്ക് സെലിബ്രിറ്റി ആണോ, ഒരുപാട് സെർവൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ, അതോ വീട്ടില് പക്ക ഒരു ഹൗസ് വൈഫ്, ഒരു ഹോം മേക്കർ ആണോ? എങ്ങനെയാ യൂഷ്വലി വീട്ടിലുള്ള സമയത്ത്? ഈ ചോദ്യം നിങ്ങൾ എന്റെ ഹസ്ബൻഡിനെ ചോദിക്കേണ്ട ചോദ്യമാണ്. അയ്യോ, ഒന്ന് വീഡിയോ കോളിൽ ആക്ച്വലി അവരെപ്പോഴും പറയും, ഞാൻ ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഒരു അറ്റൻഡർ ആയിട്ടോ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നിന്നെ ഈ ഡ്രസ്സിനെ കാണാൻ പറ്റുമല്ലോ എന്നുവെച്ചാ വീട്ടിലെപ്പോഴും ഒരു നൈറ്റി, ഒരു മുടി ഇട്ടിട്ട് തൂർക്കാനും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും 3 times കുക്ക് ചെയ്യാനും എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഓ, അത് ലൈക്ക് ഹസ്ബൻഡ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണോ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണോ? സ്വന്തം ഇഷ്ടം, അതാണ് ഞാൻ. ഓ, അടിപൊളി. That is all about ഇന്ദ്രജ. അതായത് വീട്ടിലെ സെലിബ്രിറ്റി ഒന്നല്ല, നമ്മുടെ അമ്മമാരെയൊക്കെ ഇല്ല. മാഡം അനുവിന് 3 അസിസ്റ്റന്റ് ആണ്. അല്ല, ഒരു അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട്, 2 പേര് ഇവിടെ. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആടി നിന്ന പത്തിക്കാണ് അടി കിട്ടിയത്. ഹസ്ബൻഡിന്റെ പേര് മറന്നുപോയി. അബ്സർ, മുഹമ്മദ് അബ്സർ. അബ്സർ, ഓക്കെ. ഹായ് സർ, ഹായ്, ഹൗ ആർ യു? അടുത്ത തവണ വരുമ്പോ നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് ഇങ്ക വാങ്ങൂ. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് വീട്ടില് അദ്ദേഹത്തിനാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ഉള്ള ഒരു ഫുഡ് എന്താ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കണേ? ഏത് ഫുഡായാലും അത് വെജിറ്റേറിയൻ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഏതായാലും. ചൈനീസ് വളരെ കുറവാ. ഇപ്പൊ കോണ്ടിനെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോണ്ടിനെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സൗത്ത് ഇന്ത്യൻ, പക്ക സൗത്ത് ഇന്ത്യൻ, ബ്രാഹ്മിൻ, ഫിൽറ്റർ കോഫി, സാമ്പാറും രസമും എവറിത്തിങ്. പൊങ്കല്, വട, പിന്നെ ഇഡ്ഡലി, ദോശ, ഉത്തപ്പം, പൂരി, ചപ്പാത്തി, എന്ത് വേണമെങ്കിലും, തന്തൂരി റോട്ടി, ഓൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഐ ക്യാൻ കുക്ക് എനിത്തിങ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ കുക്ക് ചെയ്ത് ഒരു കാരിയർ കൊണ്ടുവന്ന് ലക്ഷ്മിക്ക് എല്ലാവർക്കും ഞാൻ തരാം. അടുത്ത പൊങ്കലിന് മാഡത്തിന് വേണമെങ്കിൽ അനുവിനെ അങ്ങ് കൊണ്ടുപോവാം. അടുത്ത പൊങ്കൽ വരെ വെയിറ്റ് ചെയ്യണോ? നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് അറിയാം. അത് വെള്ളം പോലെ ഇരിക്കും, കലം അതിന്റെ മണ്ടയിലെടുത്ത് വെച്ചിട്ട് ഒരു ഓസ് എടുത്ത് ഇട്ടയ്ക്കും. അതൊരു സ്പെഷ്യൽ ഡിഷാണ്. അതിന് നമ്മളിവിടെ വാറ്റെന്ന് പറയും, സാരായം എന്ന് പറയും. സാരായം, സരക്ക് സരക്ക്. ഓക്കെ. പൊങ്കല് അതാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങള്? അല്ല, അനുവിന്റെ വീട്ടില്. അനുവിന്റെ വീട്ടില്? നിങ്ങൾ എന്തിനാ പോയി? അയ്യോ, അവിടെ ഇരുന്നൂടെ? ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. വാറ്റിന് വീര്യം കൂടാൻ വേണ്ടി ഈ അട്ട തേളൊക്കെ ഇടും. അത് കിട്ടാത്ത ദിവസം തങ്കച്ചന കൂടിയല്ലേ. എല്ലാം കൈപ്പറ്റില്ലോ. വീണ്ടും താങ്ക് യു മാഡം. എല്ലാം ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണല്ലേ. പേടിച്ചില്ലേ? ഞാൻ ചിരിച്ചത് കേട്ട് പേടിച്ചില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു വളരെ ഫണ്ണിയാണ് ഒരു കാര്യം. മാരേജ് ആയ ന്യൂലി വെഡ് മാരീഡ് ഒരു മൂവിനെ വിളിച്ചോണ്ട് പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി. എന്നെ വിളിച്ചോണ്ട് പോയി. ഗാർഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, കാർട്ടൂൺ മൂവി. ഓ, ഞാൻ ചിരി കേട്ട് അദ്ദേഹം ഒരു 3 years എന്നെ തിയേറ്റർക്ക് കൂട്ടിട്ട് പോയിട്ടേ ഇല്ല. ശരിക്കും നടന്ന സംഭവമാണിത്. I laugh very loud and I laugh from my heart actually. അടുത്തിരുന്നിട്ട് കക്ഷി നിങ്ങൾ കാണുന്നു ഇങ്ങനെ നെട്ടിപ്പോയി. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു 3 years എന്നെ തിയേറ്റർക്ക് കൂട്ടിട്ട് പോയിട്ടേ ഇല്ല. ഇനി വേറെ 2 പേര് കല്യാണത്തിന് ശേഷം സിനിമയ്ക്ക് പോയ കഥ നമുക്ക് കേൾക്കണ്ടേ? നമ്മുടെ ക്യാപ്റ്റൻസ് ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഒരു പടത്തിന് കൊണ്ടുപോയി. ഞാൻ നല്ല ഉറക്കായിരുന്നു. സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത് കാരണം കിടന്നുറങ്ങി. അന്ന് എന്തെങ്കിലും വാർണിംഗ് കൊടുത്തു, ഇനി മേലിൽ എന്നെ സിനിമയ്ക്ക് വിളിച്ചേക്കരുത്. കല്യാണം കഴിഞ്ഞ് പുതുമോടി ആ സമയത്ത് ഫസ്റ്റ് കൊണ്ടുപോയൊരു സിനിമയാണ് ധന്യ. ഒരുപാട് നല്ല സിനിമകൾ, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ സിനിമകളും കാണും. അപ്പോൾ ഞാൻ ഈ തമാശ പടങ്ങളുടെ ആളാണ്. അപ്പം ഇവിടെ ഞാൻ
സിനിമയ്ക്ക് ഒത്തവണ്ണം ആ സിനിമ ഇവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ അത് ഇപ്പോഴും 12 വർഷമായിട്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് ഇപ്പം മാഡം അത് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ കിട്ടും. അപ്പൊ എന്തായാലും ഞെട്ടയില്ല വട്ടയില്ല കുട്ടിമുട്ട എന്നുള്ളൊരു ഗെയിം എങ്ങനെ കളിക്കുന്നുള്ളത് ഇനി ആരും ഒന്നും പറയുന്നത് ഗെയിം എങ്ങനെ കളിക്കുന്നത്. ഓക്കെ, ഒരു ടീമിൽ നിന്ന് 2 പേര് വരും. ഇവര് ബലൂൺ തട്ടുന്നു, അതായത് കൈ യൂസ് ചെയ്യാതെ നമുക്ക് ബോഡി വെച്ചിട്ട് ഹെഡ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കാലുകൊണ്ടോ ഒക്കെ തട്ടി 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 ലാസ്റ്റ് ആ ഒരു ബോള് ഇതിലിങ്ങനെ ബലൂൺ ഇങ്ങനെ ഇതിൽ വന്നിരിക്കണം. അങ്ങനെ വന്നിരുന്ന നിങ്ങൾക്ക് 2 പേർക്കും ഈ ക്രൗൺ യൂസ് ചെയ്യാം. ഓക്കെ, അത് പ്ലേസ് ചെയ്യാം, നിങ്ങൾക്ക് പോയിരിക്കാം, അടുത്ത ടീം മെമ്പർ വരണം. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞെട്ടിയില്ലാത്ത വട്ടയില്ലാത്ത വളരെ കുട്ടിയായിട്ടുള്ളൊരു മുട്ട. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നു. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ് മൃദുല, ഡൈന. എടേ പെതുക്കെ അവിടെ 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 ഒരാളുണ്ട് 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 ഒരാളുണ്ട്. ബോഡി 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 ബോഡി. ബലൂൺ 2 പേരിന്റെ ബോഡിയിലേക്ക് എടുത്തിട്ട് യെസ് 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 യെസ്. യെസ് 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 യെസ്. യെസ്, അങ്ങനെ പിടിച്ചോ 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 പിടിച്ചോ. വെരി ഗുഡ്, 1 പോയിന്റ്. ഇപ്പൊ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ തോൽപ്പിച്ചു, അതാണ് നമ്മൾ കണ്ട. ഓക്കെ, ഗെറ്റ് റെഡി. കൗണ്ട് ഡൗൺ പ്ലീസ്. ക്യാപ്റ്റനും ക്യാപ്റ്റനും ഗുഡ് ജോബ്. അലയാ വിട്ടു പയ്യ പയ്യ. ഗുഡ് 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 പ്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് 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 യെസ്. അരുക്കുട്ടിയുടെ കുട്ടിത്തം കാണൂ കാണൂ. യാ 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 യാ. കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് കളിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഉല്ലാസളി അപ്പുറത്ത് ഇറങ്ങണം. 2 ക്രൗൺ മാത്രമാണ് തങ്കുന്റെ ടീമിൽ, അതായത് ജോൺ ചേട്ടന്റെ ടീമിലുള്ളത്. സോ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, റെഡി, 1 2 3 ഗോ. ഉല്ലാസളിയാ, നിങ്ങൾ മണ്ടയില്ലാത്ത തെങ്ങിലാണ് കയറാൻ പോണത്. ചേട്ടാ, മണ്ടയില്ലാത്ത തെങ്ങുമ്പോ കയറല നിങ്ങള്. Come on, come on. ഇങ്ങോട്ട് തട്ടിക്കോ, ഇങ്ങോട്ട് തട്ടിക്കോ. അതൊക്കെ നിലം തൊട്ട് നേരത്തെ. താഴോട്ടിറങ്ങട്ടെ, താഴോട്ടിറങ്ങട്ടെ. ഓക്കെ ഓക്കെ. ഇവിടെ കഴിഞ്ഞ്. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ജോൺ ചേട്ടന്റെ ടീമായിരുന്നു. ആട്ടി എലി കിരീടം വെച്ചോല. എങ്ങനെയുണ്ട് കുട്ടിത്തം? ശ്രദ്ധിച്ചു, ഞാൻ എന്റെ ടീമിനെ ശ്രദ്ധിച്ചു. ശരി ശരി, നോക്കട്ടെ. മന്ത്രവാദി എങ്ങനെയുണ്ട് ഞങ്ങള്? മന്ത്രവാദി എങ്ങനെയുണ്ട് ഞങ്ങള്? നല്ല ആഗ്രഹം, പക്ഷെ അതുപോലെ കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഒരു ചുട്ട കോഴിയെ കൊണ്ടുവരട്ടെ മന്ത്രവാദി. താങ്കൾ ഏത് രാജ്യത്തെ രാജാവാണ് ഒന്ന് പറഞ്ഞു തരാമോ? ചേരപ്പള്ളി രാജ്യത്തെ രാജാവും. അവിടെ അങ്ങനെ രാജാവില്ലല്ലോ. അങ്ങനെ ഒരു രാജാവ് രാജാവുള്ളൂ എന്റെ അച്ഛൻ. അത് രാജാവ്. അതെ, വാറ്റിന്റെ രാജാവ്. ജയിച്ച രാജാക്കന്മാരും രാജ്ഞിമാരും എല്ലാരും ഒന്ന് മുന്നോട്ട് വരും. ചെലങ്കേന്ന് പേര് ഒച്ചയില്ലാത്ത കൊച്ചും. എനിക്ക് വെറുതെ ഇരുന്നതിനുള്ള കിരീടമാണെന്ന് തോന്നുന്നു. ഈ ബിനീഷ് ബാസിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. താല്പര്യമില്ല. താല്പര്യമില്ല.
എന്താ പറയാനുള്ളേ ഈ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ചും നിങ്ങളുടെ ഈ വിജയത്തെ കുറിച്ചും തോറ്റ ടീമിനെ കുറിച്ചും ക്യാപ്റ്റനെ കുറിച്ചും? തോറ്റ ടീമിനെ പറ്റി നീ എന്ത് പറയാൻ? ധന്യമരി വർഗീസ് ഉണ്ടല്ലോ അല്ലേ അവിടെ? ഓക്കെ. എപ്പോഴെങ്കിലും ഭാര്യയുടെ മുമ്പിൽ ജയിക്കണേന്റെ ഒരു അഹങ്കാരം കാണിക്കണം, വേറെ ഒന്നുമല്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കും. കാരണം ഇനിയിപ്പം ഗെയിം കഴിഞ്ഞ് എനിക്ക് തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞു ഭാര്യയുടെ മുമ്പില്. ശരി, അപ്പൊ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ജോൺ ചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ജോൺ ആൻഡ് ടീം. നാളെ കേട്ടവനെ ഇവന് തോറ്റാൽ എന്ത് ജയിച്ചാൽ എന്ത്, അവൻ അവരോട് പോയി പേക്കൂത്ത് കാണിക്കണം. അതേ ഉള്ള അവന്റെ ലക്ഷ്യം. കാണോ ഇല്ല, ഒന്നുമില്ല, ഒരു ഉളുപ്പുമില്ല. എപ്പിസോഡ് തുടങ്ങി, എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാറായി. കുഴപ്പമില്ലാതെ അടുത്ത എപ്പിസോഡിൽ ഇതിനേക്കാൾ കിടക്കൻ കൗണ്ടേഴ്സുമായിട്ട് ഗെയിംസുമായിട്ട് ഞങ്ങൾ തിരിച്ചെത്തും. So now we are saying bye from Amritaveni Hair Elixir presents Mighty Future Star Magic. Saying bye and good night.